സ്വാമിയുടെ സമാധി കേട്ടപ്പോൾ ചിരിക്കണോ, കരയണോ, രോഷം കൊള്ളുകയാണോ വേണ്ടത്, വേദനിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ആകെ സംശയമായി. ഇക്കാലത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ എന്നുള്ളതാണ്. 72 വയസ്സുള്ള മനുഷ്യൻ, കണ്ണ് കാണാത്ത ഒരാൾ, ദീർഘകാലമായിട്ട് രോഗം ബാധിച്ച് കിടപ്പിലായ ഒരാൾ തൻ്റെ അവസാന സമയത്ത് അയാളുടെ ആഗ്രഹം പോലെ ഉണ്ടാക്കിയ സമാധി സ്ഥലത്തിൽ പോയിരുന്ന് പ്രാണൻ വെടിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാനും അതിനുവേണ്ടി വാദിക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നിരാശയ്ക്ക് പ്രധാനപ്പെട്ടൊരു കാരണം. ചാത്തൻ സേവയും പൂമൂടലും ധനാഗമ യന്ത്രങ്ങളും ചൊവ്വാദോഷവും അങ്ങനെ പലതരത്തിലുള്ള ദുർവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും വളരെ വ്യാപകമായി തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. നമ്മുടെ ഒരു കല്യാണവും പ്രണയവിവാഹങ്ങളല്ലാത്തവയിൽ ഭൂരിഭാഗം വെച്ചാൽ 98% കല്യാണങ്ങളും ജാതകം നോക്കിയിട്ടാണ് നടത്തുന്നത്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ തീർത്തും അന്ധവിശ്വാസ മുക്തമായൊരു സമൂഹമാണ് എന്നുള്ള അഹങ്കാരമോ ഒന്നും നമുക്കാർക്കും വേണ്ട. മാത്രമല്ല, കാലം കഴിയും തോറും കൂടുതൽ പിറകോട്ട് സഞ്ചരിക്കുന്നതായിട്ടാണ് അനുഭവം. ഇവിടെ ഗോപൻ എന്ന ആള്, 72 വയസ്സുള്ള ആള്, മരിക്കുന്നതിന് മുമ്പാണോ മരിച്ചതിന് ശേഷമാണോ കല്ലറയിൽ അടക്കം ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ നിയമപ്രശ്നം. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഡോക്ടർ വരികയും തീരുമാനം പറയുകയൊക്കെ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു രീതി, സാമ്പ്രദായികമായ രീതി. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇയാൾ നടന്നുപോയി സമാധിയിരുന്നു എന്ന് വിശ്വസിക്കുക പ്രയാസമാണ് എന്നാണ് ആ നാട്ടുകാർ തന്നെ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ വക്കീല് പറയുന്നത് ഇതെങ്ങനെയാണ് മറ്റുള്ളവരുടെ കൺസേൺ ആവുക. അയാൾ കൺസേൺ എന്നുള്ള വാക്ക് അടിക്കടി ഉപയോഗിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് മറ്റുള്ളവരുടെ കൺസേൺ ആവുക എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ മക്കളുടെയും ഭാര്യയുടെയും ആൺമക്കളുടെ ഭാര്യമാരുടെയും ഒക്കെ ആ കുടുംബത്തിൻ്റെ മാത്രം കൺസേൺ അല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സതിയുടെ കാലത്തും ചോദിച്ചിരുന്നത്. തൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചീതയിലേക്ക് എടുത്ത് ചാടി ജീവിതം അവസാനിപ്പിക്കുന്ന ആ സ്ത്രീയുടെ കൺസേൺ അല്ലേ, നിങ്ങളെന്തിനാണ് ഇടപെടുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നിരിക്കാം. അത്തരം ചോദ്യങ്ങളെയൊക്കെ മറികടന്നിട്ടാണ് നമ്മുടെ നവോത്ഥാനം മുന്നോട്ട് വന്നത്. നെയ്യാറ്റിൻകരയിലാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെയ്യാറിലാണ് ശ്രീനാരായണ ഗുരു മുങ്ങി ഒരു ശിലയെടുത്ത്, ഒരു കല്ലെടുത്തിട്ട് അരുവിപ്പുറത്ത് ഈഴവശിവനെ പ്രതിഷ്ഠിച്ചത്. എന്താണ് ഈ പ്രതിഷ്ഠയുടെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈഴവശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് പറയുന്നുണ്ട് ഗുരു, നാരായണ ഗുരു. അപ്പം ആ നെയ്യാറിലാണ്, നെയ്യാറ്റിൻകരയിലാണ് ഇപ്പോൾ ഗോപൻ എന്ന ആള് സമാധിയായി എന്ന പ്രഖ്യാപനം വന്നത്. നാരായണ ഗുരുവിന് വേറൊരു കഥയുണ്ട്. ഒരാൾ മരിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്യണം, കുഴിച്ചിടണമോ ദഹിപ്പിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ നല്ല ചക്കിലിട്ടാട്ടി തെങ്ങിന് വളമാക്കി കൊടുക്കാം എന്ന് നാരായണ ഗുരു പറഞ്ഞു എന്നും, അത് കേട്ട് ഒന്ന് ഞെട്ടിപ്പോയ ചോദ്യകർത്താവിനോട് എന്താ ശവത്തിന് വേദനിക്കോ എന്ന് ചോദിച്ചതായിട്ടൊരു കഥയുണ്ട്. ഇന്ത്യ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള മതാത്മകമായൊരു അവസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗോപൻ സ്വാമി, അയാളുടെ സമാധി. ഈ മതാത്മകത ഏത് കാര്യം പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും മതത്തിൻ്റെ മേമ്പൊടി ചേർക്കുക, മതത്തിൻ്റെ അനുഗ്രഹം മേടിക്കുക, മതത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ സമ്മതം മേടിക്കുക. മതത്തിൻ്റെ എന്ന് പറയുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ എന്നർത്ഥം.
മതത്തിന് പൗരോഹിത്യത്തിലൂടെ അല്ലാതെ നിലനിൽപ്പൊന്നുമില്ല. അപ്പോൾ പൗരോഹിത്യത്തിന് അനുമതി മേടിക്കുക എന്നുള്ളത് ഇന്നൊരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആചാരങ്ങളെ തൊട്ട് കളിക്കരുത് എന്നുള്ളതാണ് ഒരു മതവാദം. എല്ലാ മതങ്ങളും അത് തന്നെയാണ് ഇപ്പോൾ ഭീഷണി സ്വരത്തിൽ സെക്യുലർ ഇന്ത്യയോട്, മതേതര ഇന്ത്യയോട് പറയുന്നത്. ആചാരങ്ങളെ തൊട്ട് കളിക്കുന്നത്, ആയിരക്കണക്കിന് ആചാരങ്ങൾ ഇല്ലാതായി മാറ്റപ്പെട്ടിട്ടൊക്കെയാണ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ സൗകര്യപൂർവ്വം ചിലരത് മറച്ചു വയ്ക്കുന്നു എന്നതാണ്. അപ്പം അതുകൊണ്ട് മതത്തെ സംബന്ധിച്ചിടത്തോളം ചില ആശയങ്ങളുണ്ട്, ചില വാക്കുകളുണ്ട്, പദസംഹിതയുണ്ട്. അത് സാധാരണ മനുഷ്യർക്ക് എളുപ്പം മനസ്സിലാവുന്നതല്ല. പലപ്പോഴും സംസ്കൃതത്തിലാണ്. അപ്പം അതുകൊണ്ട് അതിലെന്തോ കാര്യമായ എന്തോ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ സാമാന്യമായ ബോധങ്ങൾ പോരാ. കൃത്യമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഉള്ള അറിവുണ്ടാവണം. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കേൾക്കുന്ന മാത്രയിലോ ഇതൊക്കെ വലിയ കാര്യങ്ങളാണോ അല്ലോ എന്ന് തോന്നാം. അപ്പോൾ മതം സംസാരിക്കുന്നത് ചില അവ്യക്തമായ സംജ്ഞകളിലൂടെയാണ്. ഇപ്പം ഈ കേസിൽ തന്നെ സമാധി, പ്രാണപ്രതിഷ്ഠ, സഹസ്രദള പത്മാസനം, തന്ത്രവിധി, ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ എടുത്തുപയോഗിക്കുന്നുണ്ട്. ഒട്ടും വ്യക്തതയില്ലാത്ത ആശയങ്ങളെ ആണിവയെല്ലാം. സഹസ്രദള പത്മാസനം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ സുഖമുണ്ടെങ്കിലും അതിൽ പ്രത്യേകിച്ച് ഒരു വ്യക്തതയുമില്ല അതിൽ. എന്നിട്ടും നമ്മുടെ പൊതുസമൂഹം അതിനെ, എല്ലാവരും അല്ല, അപ്പോഴേക്കും ഹിന്ദു ഐക്യവേദി അതിൽ കയറി വന്നത് ശ്രദ്ധിച്ചാൽ മതി. പൊതുസമൂഹം അതിനെ, ഈ പറയുന്ന പൊതുസമൂഹം അതിനെ അവരുടെ പ്രശ്നമായിട്ട് എടുക്കുകയും ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ എന്നുള്ള അർത്ഥത്തിലേക്ക് അതിനെ പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മഹാത്മാഗാന്ധി വന്ന സ്ഥലമാണ് നെയ്യാറ്റിൻകര. മഹാത്മാഗാന്ധിക്കും ഹിന്ദുത്വത്തിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നുള്ളൊരു വികാരം അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരുന്നു. പിന്നീട് വൈക്കം സത്യാഗ്രഹകാലത്ത് പെരിയാർ രാമസ്വാമിയും ആയിട്ടും ശ്രീനാരായണ ഗുരുവായിട്ടൊക്കെ സംഭാഷണങ്ങൾ നടത്തിയിട്ടൊക്കെയാണ് അദ്ദേഹത്തിന് കുറച്ചും കൂടി അക്കാര്യത്തിൽ തെളിവ് വരുന്നത്. ഏതായാലും മഹാത്മാഗാന്ധിയെ പോലുള്ള ഒരാൾ വന്ന് പെരുമാറിയ സ്ഥലമാണത്. അപ്പം അതിന് ചരിത്ര പ്രാധാന്യമുണ്ട്. ഇതൊരു മതത്തിൻ്റെ കാര്യമല്ല. എല്ലാ മതത്തിലും ഇത്തരത്തിലുള്ള മനുഷ്യവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ഇസ്ലാമിക പൗരോഹിത്യം വിളിച്ചു പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ചിരിക്കണോ കരയണോ എന്നൊക്കെ തോന്നും. കുടിച്ചാൽ ലഹരി കയറാത്ത മദ്യം ഒഴുകുന്ന സ്ഥലമാണ് അത്രയും സ്വർഗം. അതുപോലെ തന്നെ ഒരു പുഴയിലൂടെ പാലൊഴുകി വരും, മറ്റൊരു പുഴയിലൂടെ തേനൊഴുകി വരും, മദ്യം ഒഴുകി വരും. അവിടെ നിങ്ങൾക്ക് ഒരിക്കലും കന്യകാത്വം നഷ്ടപ്പെടാത്ത ഹൂറിമാർ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് സ്വർഗം എന്നുള്ളത് വന്നു. അതുപോലെ തന്നെയാണ് ഇതര മതങ്ങൾ. ഇപ്പോൾ പള്ളിയിൽ വന്നവരെ നോക്കി പ്രാർത്ഥന ചെല്ലണമോ, ദൈവത്തെ ആൾക്കാരെ നോക്കി പ്രാർത്ഥന ചെല്ലണമോ എന്നുള്ളൊരു വലിയ പ്രശ്നം, അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ കുറേ കാലം കത്തി നിന്നിരുന്നു. എല്ലാ മതങ്ങളും ഇങ്ങനെ ആന്തരികമായി ജീർണിക്കുകയും ബാഹ്യമായി അക്രമാസക്തമാവുകയും ചെയ്തുകൊണ്ട് നമ്മുടെ വ്യവഹാര തലത്തിൽ നിരന്തരമായി ഇടപെടുകയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ മരുന്ന് മുതൽ ബഹിരാകാശ വിമാനം വരെ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുള്ളത് ശാസ്ത്രമാണ്. ഇപ്പോഴും ആ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മതം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത്.
ബഹിരാകാശത്തൊരു ഒരു സ്ത്രീ കുടുങ്ങി കിടക്കുന്നുണ്ട്, സുനിത വില്യംസ്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശാസ്ത്രം കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതിൽ ശാസ്ത്രത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മളൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ബഹിരാകാശത്തേക്ക് അയക്കുന്നു, അവിടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് കുടുങ്ങിപ്പോകുന്നു. ഇതിനു മുമ്പില്ലാത്ത വിധം അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. 200 ദിവസമായി അവരൊറ്റയ്ക്കാണ് അവിടെ. അപ്പോഴാണ് ഇവിടെ ഗോപൻ സമാധിയായത്, നടന്നുപോയി സമാധിയായത്. ഇത് കേരളം സഞ്ചരിക്കുന്ന ഒരു ദിശയുടെ അടയാളമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായ ഉത്തരം നമ്മുടെ രാഷ്ട്രീയം പ്രത്യയശാസ്ത്രമുക്തമായി എന്നതുകൊണ്ടാണെന്ന് പറയേണ്ടി വരും. നമ്മൾ സാധാരണ ഇടതുപക്ഷത്തെ മാത്രമാണ് കുറ്റം പറയുക. ഇടതുപക്ഷം മാത്രമല്ല, ഇപ്പൊ ഗാന്ധിജിയുടെ രാഷ്ട്രീയം ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നില്ല. അപ്പൊ ഗാന്ധിജിയുടെ രാഷ്ട്രീയക്കാരും ഇതിനൊക്കെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ അവരൊക്കെ എന്തൊക്കെയാണ് നിലപാടെടുത്തത് നമുക്കറിയാം. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷമാണ് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ഇന്നലെ RSS നേതാവ് തലവൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴാണ് നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയും പങ്കെടുക്കാത്തൊരു സംഘടനയുടെ നേതാവാണ് ഈ പറയുന്നത്. പരിപൂർണ സ്വാതന്ത്ര്യം. പരിപൂർണ സ്വാതന്ത്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അതാരും വാങ്ങി തന്നു, അതെങ്ങനെ കിട്ടി എന്നുള്ളതിന് അവർ ഉത്തരം പറയില്ല. അവരുടെ ഈ അവ്യക്തമായ ആശയപ്രചരണം എങ്ങനെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ പരിപൂർണമായ സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളത് അവ്യക്തമാണ്. ആർക്ക് കിട്ടി? ലോകത്തിലെ ഏറ്റവും അധികം ദരിദ്രരുള്ള രാജ്യമാണ് ഇന്ത്യ. ദരിദ്രരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരെന്ന്. ഭക്ഷണം എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ പട്ടികയിൽ വരില്ലേ. ഇന്ന കാര്യങ്ങൾ ഉണ്ടായാലേ സ്വാതന്ത്ര്യം ഉണ്ടാവൂ, സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം പട്ടിണിക്കാർ ഇന്ത്യയിലാണ്. ലോകത്തിലെ ഏറ്റവും അധികം തൊഴിലില്ലായ്മ ഇന്ത്യയിലാണ്. ലോകത്തിൽ സാക്ഷരത കുറവുള്ള രാജ്യങ്ങളിലൊന്നാണിത്. മനുഷ്യൻ ജീവിക്കാൻ കൊള്ളാവുന്നൊരു ഇടമല്ല എന്ന് ഈ സൂചികകൾ നമ്മളോട് പറയുന്നു. അപ്പം ഇതൊക്കെയായിട്ടും ഇന്ത്യക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു അമ്പലം ഉണ്ടാക്കിയപ്പോൾ എന്ന് പറയുമ്പോൾ മതം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നിത്യചർച്ചയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഹിന്ദുത്വവാദികൾക്ക് ഒരു നല്ല ഇര കിട്ടി, നല്ലൊരു കളിപ്പാട്ടം കിട്ടി. എലിയെ കൊന്ന പൂച്ച എലിയുടെ ശവശരീരം തട്ടി കളിക്കുന്ന പോലെ ഒരു കളിപ്പാട്ടം കിട്ടി. ഗോപൻ സ്വാമി അവരതിനെ പൊലിപ്പിക്കും. ഇവിടെ നമ്മൾ ജാഗ്രതയുള്ളവരാകേണ്ടതുണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷം ജാഗ്രതയുള്ളവരാകേണ്ടതുണ്ട്. ഇവിടുത്തെ ഗാന്ധിയന്മാർ ജാഗ്രതയുള്ളവരാകേണ്ടതുണ്ട്. ഇവിടുത്തെ സോഷ്യലിസ്റ്റുകൾ ജാഗ്രതയുള്ളവരാകേണ്ടതുണ്ട്. ഇവിടുത്തെ നക്സലൈറ്റുകൾ ജാഗ്രതയുള്ളവരായി തീരേണ്ടതുണ്ട്. ആരും ഒന്നും അങ്ങനെ പറയുന്നത് കേൾക്കുന്നില്ല. ഇത്തരമൊരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു നീതിന്യായ പ്രശ്നമാണ്, നിയമപ്രശ്നമാണ്. ഒരു മനുഷ്യൻ മരിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അയാളെ അടക്കി കഴിഞ്ഞാൽ അതൊരു നിയമപ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായും നിയമപാലനം അവിടെ നടക്കേണ്ടതുണ്ട്. ഈ ആർക്കാണ് കൺസേൺ എന്ന് ചോദിക്കുന്ന വക്കീൽ കോടതിയിൽ പോകുമെന്ന് പറയുന്നുണ്ട്. കോടതിക്ക്, ജുഡീഷ്യറിക്ക് ഇതിനൊരു കൺസേൺ ഉണ്ടാവേണ്ടതാണ് തീർച്ചയായിട്ടും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം, തൻ്റെ മുമ്പിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിധിച്ചാൽ പോരാ. ഈ അടുത്ത കാലത്ത് അലഹബാദിലെ ഒരു ജഡ്ജിയെ സുപ്രീം കോടതി വല്ലാട്ടിട്ട് കശക്കുകയുണ്ടായി. മുസ്ലിം വിരുദ്ധ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അയാൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക. അത്തരമൊരു മനോഭാവം നമ്മുടെ കോടതിക്ക് ഉണ്ടാവേണ്ടതുണ്ട്.
എങ്കിൽ മാത്രമേ ഈ നെയ്യാറ്റിൻകരയിലെ സമാധി പ്രശ്നത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഭിമാനത്തോടുകൂടി പറയാവുന്ന ഒരു സംഗതി ഉണ്ടാവുകയുള്ളൂ. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല, കോടതി പറയുന്നത് കേൾക്കാനേ പറ്റുള്ളൂ. പക്ഷെ പൊതുബോധത്തിലേക്ക് നിരന്തരമായി നമ്മൾ ഇത്തരം കാര്യങ്ങളെ എതിർത്തുകൊണ്ടേയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ പൂമൂടലും ചാത്തൻ സേവയും ധനമുണ്ടാക്കുന്ന യന്ത്രമൊക്കെയുള്ള ഒരു ആഭിചാര ലോകത്തിൽ നിന്ന് നമ്മുടെ കേരളത്തെ വീണ്ടും മുക്തമാക്കാൻ പറ്റുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. നമസ്കാരം.